ഹലോ വ്യൂവേഴ്സ്, ഓണമൊക്കെ ആയല്ലേ. ഇനി എല്ലാവരും പതുക്കെ പഴയ സെറ്റ് സാരികളൊക്കെ പൊടി തട്ടി എടുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് സാരിയുടെ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ സാരി എടുത്തിട്ട് റഫായിട്ടൊന്ന് ഉടുത്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് വരുന്ന പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ രണ്ട് അറ്റത്തും ഓരോ പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അടയാളമാണല്ലോ ഇവിടെ ഒരു പ്ലീറ്റ്സ് നേരത്തെ എടുത്ത് വയ്ക്കണം എന്നുള്ളത്. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങുക. ഇതിപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഈ പ്ലീറ്റ്സ് നമുക്ക് നിരത്തി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരേ ലെവലിൽ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് അവസാനം വേണമെങ്കിൽ നമുക്കിതൊന്ന് കഴിഞ്ഞിട്ട് അടുത്തതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടുക്കി എടുക്കാവുന്നതാണ്. ഇത് പണ്ട് കൊച്ചായിരുന്നപ്പോഴത്തേക്കിനും നമുക്ക് ഏകദേശം അമ്മയൊക്കെ സാരി ഉടുക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ആഗ്രഹം തോന്നുമല്ലോ. അങ്ങനെ സാരി എടുത്ത് ഷാളൊക്കെ എടുത്ത് സാരി എടുക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ സാരി എടുക്കുന്ന സമയത്ത് ഈ പ്ലീറ്റ്സൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കും. ഇത് തന്നെയല്ല, ഷോൾഡറിലെ പ്ലീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കും. വിരൽ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കൊച്ചായിരിക്കുമ്പോൾ ഒരു കൗതുകമല്ലേ. അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അതായത് ഇങ്ങനെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും പഠിക്കണം എന്നുള്ളത്. അങ്ങനെ വലുതായപ്പോൾ അതൊക്കെ പഠിച്ചെടുത്തു. അങ്ങനെ നമ്മളിവിടെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് ലെവലിന് അടുക്കിയെടുക്കാം. നമ്മൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും നമുക്കത് പ്ലീറ്റ്സ് ഒന്നും ലെവലിന് അടിക്കത്തില്ല. അതുകൊണ്ട് എടുത്ത പാടെ കൊണ്ടുപോയിട്ട് പിന്നൊന്നും കുത്തി വെച്ചേക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സമാധാനത്തിൽ കയ്യിൽ പിടിച്ചിട്ട് ആ പ്ലീറ്റ്സ് ഒന്ന് അടുക്കി വയ്ക്കുക. ഇത് കണ്ടോ, ഒരു 3-4 ഇഞ്ച് വിട്ടിട്ട് താഴേക്കും. ഇപ്പം നമുക്കിതിന് കരയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ അതൊരു മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പോർഷനിൽ നമുക്ക് ജസ്റ്റ് നേരെ പിടിച്ച് പ്ലീറ്റ്സ് വെച്ചതിന് ശേഷം പിന്ന് കുത്തി കൊടുക്കാമേ. പിന്ന് കുത്തുമ്പോഴും പതുക്കെ ഒന്ന് ചെരിച്ചിട്ട് പിന്ന് കുത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്ലീറ്റ്സും കറക്റ്റായിട്ട് സെക്യൂർ ആയിട്ടിരിക്കും. നേരെ കുത്തുമ്പോഴത്തേനും ആ പിന്ന് ചിലപ്പോൾ ലൂസായി പോയിട്ട് നമ്മുടെ പ്ലീറ്റ്സ് നേരെ തെറ്റിപ്പോവേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് ഈ പ്ലീറ്റ്സ് താഴേക്ക് എടുക്കണം. ഒറ്റയടിക്ക് നമ്മൾ താഴേക്ക് പ്ലീറ്റ്സ് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വരത്തില്ല. അപ്പോൾ ഏകദേശം മുകളിൽ കിട്ടിയത് കൊണ്ട് താഴേക്ക് അതിൻ്റെ ഒരു അടയാളം ഉണ്ടായിരിക്കും. ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുടയുവേ. നന്നായിട്ടൊന്ന് കുടയുമ്പോഴത്തേക്കിനും അതിന് ചുളിവൊക്കെ മാറി മുകളിലുള്ള ആ ഒരു പ്ലീറ്റ്സിൻ്റെ നേരെ താഴേക്കും കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ഒരു കുറച്ച് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ താഴേക്ക് പ്ലീറ്റ്സ് പിടിക്കുകയാണേ. നേരെ പോയി ഒറ്റയടിക്ക് താഴേക്ക് പ്ലീറ്റ്സ് പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്ലീറ്റ്സും കറക്റ്റായിട്ട് കിട്ടത്തില്ല. മുകളിൽ ഇപ്പോൾ ഒരു 10 പ്ലീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മിക്കപ്പോഴും പറ്റുന്നതാണ് താഴെ എടുത്ത് വരുമ്പോഴത്തേക്കിനും അതിനകത്ത് പകുതി എണ്ണം മിസ്സായി പോവേ. അപ്പോൾ നമ്മൾ സാരി എടുക്കുമ്പോൾ ഒത്തിരി പ്ലീറ്റ്സ് ഉള്ളതല്ലേ കാണാനായിട്ട് ഭംഗി. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാ പ്ലീറ്റ്സും മിസ്സാവാണ്ട് കിട്ടുമേ. അപ്പോൾ അവിടെ നമ്മളൊരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തു. സെൽഫായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് ഇതിന് പിടിച്ചിട്ട് താഴേക്ക് പ്ലീറ്റ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണല്ലേ. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് കൈയും വെച്ചിട്ട് താഴത്തെ പ്ലീറ്റ്സ് പിടിക്കാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടിഷ്യൂ സാരിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് ഒതുങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പാടായിരിക്കും. ഉടുക്കുമ്പോൾ പക്ഷേ നല്ല ഭംഗിയുള്ളതാണല്ലേ നമ്മുടെ ടിഷ്യൂ സാരി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ അലമാരയുടെ ഡോർ തുറക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഇത്രയും പ്ലീറ്റ്സ് എടുത്ത് വെച്ചേക്കുന്നില്ല മുകളിലത്തെ ആ പോർഷൻ വെച്ചിട്ട് അലമാരയുടെ ഡോറ് ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത പോലെ കിട്ടുമേ. ഇനിയിപ്പോൾ നമുക്ക് വേറെ തടസ്സമൊന്നുമില്ല. താഴത്തേക്ക് പ്ലീറ്റ്സ് ഓരോന്നേരയായിട്ട് അങ്ങ് പ്ലീറ്റ്സ് എടുത്ത് വന്നാൽ മതിയേ. ഇനിയെല്ലാം താഴേക്ക് നോക്കി അത് നേരെ അടുക്കി എടുക്കുക. കറക്റ്റ് എല്ലാ പ്ലീറ്റ്സും ഉണ്ടോ എന്നുള്ളത് ഒന്ന് എണ്ണി നോക്കണേ. അതിനുശേഷം വേണം നമുക്ക് പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നേരെ താഴത്തേക്ക് പ്ലീറ്റ്സ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് കുറച്ച് മുകൾ പോർഷനിലായിട്ടാണ് ഞാൻ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നത്. പിന്ന് താഴെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ ഉടുക്കുന്ന സമയത്ത് എടുത്ത് കളയുന്നതാണല്ലോ. ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഉടുക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ എങ്കിലും ഞാൻ അതിൻ്റെ പ്ലീറ്റ്സൊക്കെ പിടിച്ച് വയ്ക്കേ. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഒന്നും ഞാനങ്ങനെ ഫ്ലാറ്റായിട്ട് അയൺ ചെയ്യത്തില്ല. എനിക്ക് കുറച്ചിങ്ങനെ ഒന്ന് ഫ്ലഫി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ പിന്ന് കുത്തി ജസ്റ്റ് ഒരാഴ്ച ഇങ്ങനെ വെക്കും. ഒന്നല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടുവേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ദിവസം ഈ സാരിയുടെ ആ പിന്ന് അത്രയും ദിവസം അങ്ങനെ ഇരുന്ന് ഒരേ ലെവലിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് ഇത് നല്ലതായിട്ട് തന്നെ കിടക്കും. വേറെ അയൺ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരത്തെയൊക്കെ ഇതങ്ങനെ പ്ലീറ്റ്സ് പിടിച്ച് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഉടുക്കുന്ന സമയത്ത് നമുക്ക് വേറെ വലിയ ജോലികളൊന്നും വരുന്നില്ല. ഇതിപ്പോൾ എല്ലാ പ്ലീറ്റ്സും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. അപ്പം മുകളിലത്തെ ആ പ്ലീറ്റ്സിൻ്റെ അതേ പാട് താഴേക്കും വരും. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു കുറച്ച് മുകൾ പോർഷനിലായിട്ട് ഞാൻ ആ കൈ പിടിച്ചേക്കുന്ന ആ പോർഷനിലായിട്ട് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണ്. ഇതിനെ അയൺ ചെയ്യണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഈ പിന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഇത് അയൺ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നല്ലൊരു ഫ്ലാറ്റ് ലുക്ക് കിട്ടും. ഇനി ഈ താഴത്തെ പോർഷൻ നമ്മൾ സാരി ഉടുക്കുമ്പോഴത്തേനും ഈ പ്ലീറ്റ്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ താഴത്തെ ഇത്രയും പോർഷൻ പിടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക്
ഉടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നേരെ കിടക്കും ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ നമുക്ക് ഫുൾ പ്ലീറ്റ്സ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കത്തില്ലേ, അതിപ്പോൾ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ സാരിയുടെ ഫുൾ പ്ലീറ്റ്സ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പം നല്ല അത്യാവശ്യം ഫ്ലഫി ആയിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാരി ഉടുക്കുന്ന സമയത്ത് പ്രയറായിട്ട് തന്നെ പ്ലീറ്റ്സ് ഒക്കെ പിടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.